ആ നജിൽ, സുഖമാണോ? എന്നെ മനസ്സിലായോ? ആരാ? ആ, ഞാൻ നേരത്തെ വിളിച്ചു. അപ്പോ നെറ്റ് കുറവാണ്. ഞാൻ ബാംഗ്ലൂരല്ലോ, അപ്പൊ അത് നോർമൽ കോളില് വിളിച്ചത്. എന്തിനാ വിളിച്ചതെന്നറിയോ? നോണ പറയല്ലേ, ബോച്ച് എന്തിനാ വിളിക്കണേ? അല്ല, അത് ഞാൻ ആക്ച്വലി ഒരു ഗ്രീവിയൻസിന്റെ ഒരു മെസ്സേജ് അയക്കണം. അതാണ് എനിക്ക് പെയ് ബ്ലോക്ക് എന്ന് പറഞ്ഞ കിടപ്പുണ്ടായിരുന്നു. എന്ത്? അല്ല, ഞാനേ കൊച്ചിരിക്കുന്നൊരു ഇത് എടുത്തിട്ടുണ്ടായിരുന്നു, തേയില. ആ, തേയില. അപ്പം എനിക്ക് എടുത്തപ്പോ പെയ് ബ്ലോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പൊ ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. എന്താ പെയ് ബ്ലോക്ക്? ഓ ശരി. അതെന്താ വെച്ചാല് ഒരുപാട് ട്രാഫിക് വരുമ്പോ എന്തോ ചില നേരത്തെ ഇത്തിരി സമയം അധികം എടുക്കുന്നുണ്ട്. പോച്ചട്ടി വാങ്ങാനൊക്കെ ഒത്തിരി ടൈം എടുക്കണമെന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. എന്നാലും വൈകിട്ടായാലും വീണ്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടും അത്. നിങ്ങളെ കണ്ടപ്പെട്ട സായിബാബയെ ഓർമ്മ വന്നേ? ഞാൻ 10 ലക്ഷം കിട്ടുന്നവരെ മാത്രം എല്ലാ ദിവസം വിളിക്കും. ബാക്കി 13,704 ക്യാഷ് പ്രൈസ് ഉണ്ട്. അതൊന്നും ഞാൻ വിളിക്കാറില്ല. തീരില്ലല്ലോ, എന്റെ ആയുസ് മതിയാവില്ല വിളിക്കാൻ. ആ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങക്ക് കിട്ടിന്ന് പറഞ്ഞില്ലല്ലോ. ആ, ഇതാ പറഞ്ഞു, ഉള്ളിലുള്ളത് പുറത്തേക്ക് വന്ന്. മെടുക്കൻ സൈക്കോളജി. കാശ് ആവശ്യമില്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തില്? ആ, അങ്ങനെ വിചാരത്തിന് ഒരു കുറവില്ല അല്ലേ? എത്ര വയസ്സായിപ്പോ? 28 ആ, കല്യാണം കഴിച്ചോ? അതാണ് ഈ വിചാരങ്ങൾക്ക് ഒരു ഒടുക്കത്തെ വിചാരമാണ്. എന്തായാലും സമയം തെളിയുന്നുണ്ട്. ഇപ്പൊ ഒന്ന് വളച്ചു നോക്കൂ, ശരിയാവും. നല്ല ഒടിഞ്ഞു വരുന്നുണ്ട്. ഓക്കെ. ആ, വീട് എവിടെയാ? മറ്റേ കൊച്ചുണ്ണിയുടെ ആരായിട്ട് വരും? കുടുംബക്കാരോ മറ്റാണോ? ആണോ, ബന്ധക്കാരാണ് അല്ലേ? പുള്ളിയൊക്കെ ഒരു മാന്യനായിരുന്നു, ഒരു നിലവാരമുള്ള വ്യക്തി എന്നൊക്കെ പറയില്ലേ? അല്ലാതെ ഈ ഡൂക്കിലി കേസുകളൊന്നും അല്ല, സ്റ്റാൻഡേർഡ് ഉള്ള ആളായിരുന്നു. അയ്യോ ഞാൻ എന്റെ പ്രേതമല്ല, ഞാൻ തന്നെ ഒറിജിനൽ ബോട്ട്സ്. അങ്ങനെ പഠിക്കണോ? അല്ല, ഞാൻ ആക്ച്വലി ഞങ്ങള് ഫ്രണ്ട്സ് ചേർന്ന ഒരു 5 പേര് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ പ്രൈസ് ഇൻക്രീസ് ഒക്കെ വന്നിട്ട് കൂട്ടിക്കെട്ടുന്ന അവസ്ഥ വന്നു. കാരണം റോള് ചെയ്യാൻ ഫണ്ടില്ലാതെ കടക്കാർക്കും കുറെ കൊച്ചു കടകൾ അടച്ചു പോവുകയും ചെയ്തു. ഹാർഡ്വെയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഹാർഡ്വെയർ ഇറ്റ് വാസ് വെരി ഹാർഡ് ടു ഡു ബിസിനസ്. 10 ലക്ഷം എന്ത് ചെയ്യാൻ പോവാ? 10 ലക്ഷം കടമുണ്ട് കുറച്ച്. എല്ലാം കടം വീട്ടണ്ട, കുറച്ച് കടം വീട്ടി കുറച്ച് ബിസിനസ് ചെയ്തോളൂ. അതെ, ഉറപ്പായിട്ടും. കടം വീട്ടി കഴിഞ്ഞാൽ വീണ്ടും കടം വാങ്ങേണ്ടി വരും. അതെ 10 ലക്ഷം അടിച്ചു. ഞാൻ 10 ലക്ഷം അടിക്കുന്നവരെ വിളിക്കാറില്ല രാത്രി. ഇപ്പൊ ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് പേര് കേരളത്തില് രാത്രി 10:30 കഴിയുമ്പോ എന്റെ കോളും പ്രതീക്ഷിച്ച് കിടക്കാന്നാ പറയുന്നത്. ബോച്ച വിളിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇതൊക്കെ ഭാഗമല്ലേ ജീവിതത്തിന്റെ. ഡോണ്ട് വെറി, നമ്മള് മരിക്കുന്നവരെ അടിപൊളിയായിട്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് ജീവിക്ക്. എല്ലാം വന്നു ചേരും സമയമാകുമ്പോ. അതേ കണ്ടില്ലേ, ഭാഗ്യം വന്ന് കേറുന്നു. പേഴ്സണലായിട്ട് കാണാലോ. പേഴ്സണലായിട്ട് കാണുമ്പോ എന്തെങ്കിലും തരാനാണ് എനിക്ക്. അങ്ങനെ അയ്യോ, അവതാരോ? ഞാൻ പച്ചയായ മനുഷ്യൻ. തീർച്ചയായിട്ടും ചെക്ക് വാങ്ങാൻ വരുമ്പോ കാണാൻ നമുക്ക് കേട്ടോ. നോക്കട്ടെ, 2 ദിവസത്തിനുള്ളില് ചിലപ്പോ വിളിക്കും. അല്ല പിന്നെ ഞാൻ കുറച്ച് യാത്രയാണ്, അപ്പൊ ചിലപ്പോ ഒരു 10 ദിവസം കഴിയും. നോക്കാം. ആരൊക്കെ ഉണ്ട് വീട്ടില്? എവിടെയാ? അവര് ദുബായിലാണ്. ഓ, എന്ത് ചെയ്യുന്നു? അവര് ഒരാൾ അതിന്റെ കാര്യമൊക്കെയാണ്. അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യും. ഓ ശരി. അപ്പൊ വീട്ടില് അമ്മയും മോനും? അച്ഛനും
അച്ഛനും അമ്മയും അച്ഛനും ഉണ്ട്. ആ അച്ഛൻ എന്ത് ചെയ്യില്ല? ഇളയ മോനാ. ഇപ്പൊ ഒന്നുമില്ല, നേരത്തെ ഒരു അമ്മ ഹൗസ് വൈഫാ. ആ ഇളയ മോനാണ് അല്ല, എനിക്ക് തോന്നി, മുടി കണ്ടപ്പോഴേ തോന്നി ഇളയ മകനാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നു പുറത്ത് അപ്പൊ 10 ലക്ഷം അടിച്ചു പൊളിക്കല്ലേ? അത്യാവശ്യം കടം വീട്ടി അത്യാവശ്യം ബിസിനസ് ഒക്കെ ചെയ്യണം. നമുക്ക് ഇത്തിരി ഉത്തരവാദിത്തത്തിലൊക്കെ വരണ്ടേ? അതെ അതെ ഉറപ്പാണ്. ബോച്ചെ ലക്കി ഡ്രോ ബോച്ചെ ടീ ഒക്കെ ഉണ്ടെന്ന് ഓർത്തിട്ട് അടിച്ചു പൊളിച്ച് എന്നും കടം വാങ്ങിയിട്ട് എന്നും ഈ 10 ലക്ഷം വാങ്ങി വീട്ടാന്ന് വിചാരിക്കരുത്. ഇങ്ങനെ പേഴ്സണലായിട്ട് വിളിക്കുന്നതന്നെ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. അതെ അതെ അതെ, ആശങ്കയില്ല. ഇതൊക്കെ ഒരു രസമല്ലേ? ഇതൊക്കെ ഒരു ഇതല്ലേ? പിന്നെ അതെ 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 കാര്യങ്ങളും വരുമ്പോ എന്തെങ്കിലും തീർച്ചയായിട്ടും അതില് വരുമ്പോ നമുക്ക് കാണാൻ കയറാം. അതിനു മുമ്പ് നമുക്ക് കാണുമല്ലോ ചെക്ക് വരാനായിട്ട്. ഓക്കെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ ഓക്കെ ഡിയർ, താങ്ക് യു, നൈസ് ടോക്കിംഗ്, ടേക്ക് കെയർ. ചായ കുടിക്കൂ, കോടീശ്വരനാകൂ. ബൈ ബൈ. ഓക്കെ.